ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സോഹോ റിക്രൂട്ടിൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് ഒരു കാൻഡിഡേറ്റുമായിട്ട് കണക്ട് ചെയ്യാം, എങ്ങനെ ഒരു അപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്ക് കാണിക്കാം. അതിനായിട്ട് നമുക്ക് സോഹോ റിക്രൂട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറൻ്റ് ഉള്ളത് നമ്മൾ ജോബ് ഓപ്പണിംഗ് മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ജോബ് ഓപ്പണിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ജോബ് ഓപ്പണിംഗ് ആണിത്. ഓക്കെ, നമുക്ക് ഈ ജോബ് ഓപ്പണിങ്ങുമായിട്ട് നമുക്ക് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റും ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ആണോ നമുക്ക് ഈ ജോബ് ഓപ്പണിങ്ങിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, നമുക്ക് അവരെ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവരെ നമുക്ക് ഡയറക്റ്റ്ലി അസോസിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ് ഓപ്പണിങ്സിലേക്ക് ഈ കാൻഡിഡേറ്റ്സ് കണക്ട് ആയിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷൻസ് നമുക്ക് കാണണമെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഫീൽഡിൽ അപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാൻഡിഡേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ പറ്റും. സോ അത് കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ നെയിം ഇവിടെ കാണാം. അതേപോലെ നമുക്ക് അവരുടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും, അസോസിയേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, ഏത് ജോബ് ഓപ്പണിങ്ങിലേക്കാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ആ കണക്ട് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പണിംഗ് ഇവിടെ കാണാൻ പറ്റും. സെയിം നമുക്ക് ഹയറിങ്ങിൻ്റെ ഒരു പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ പറയാം എങ്ങനെ ചെയ്യാന്നുള്ളത്.